ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 21ാമത്തെ ചാപ്റ്ററാണ് ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഡിസ്പേർഷൻ എന്താണെന്ന് നോക്കാം. ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കമ്പോണൻസ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. അതായത് വൈറ്റ് ലൈറ്റ് അതിൻ്റെ ഘടകങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം, അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ധവളപ്രകാശം അതിൻ്റെ ഘടകങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ വൈറ്റ് ലൈറ്റ് എന്താ ചെയ്യണേ? അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു ഫിനോമിനനാണ് എന്ത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ള വേറൊരു ടേമാണ് റിഫ്രാക്ഷൻ, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ പാത്തിന് ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും, ഒരു വളവുണ്ടാവും. അതിനെയാണ് എന്ന് പറയുക റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു വെള്ളത്തിൽ സ്കെയിലോ അല്ലെങ്കിൽ കമ്പോ എന്തെങ്കിലും ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ വെള്ളത്തിൽ കിടക്കുന്ന പോർഷൻ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായ പോലെ നമുക്ക് ഫീൽ ആവും, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണ്? റിഫ്രാക്ഷൻ മൂലമാണ് അങ്ങനെ നടക്കുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന്, ഇപ്പോൾ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ സ്കെയിലിട്ട കേസാണെങ്കിൽ എന്താ, ആ മുകൾ ഭാഗം ഒരു മീഡിയം, കാരണം അത് എയറാണ്. എയറിൽ നിന്ന് ആ ലൈറ്റ് എവിടേക്കാണ് കിടക്കുന്നത്? വെള്ളത്തിലേക്കാണ് കിടക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് മറ്റൊരു മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പ്രകാശം കടക്കുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ പാത്തിന് എന്ത് സംഭവിക്കും? ഒരു ബെൻഡിങ് സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി എന്തുമാത്രം അത് ബെൻഡായി, അതിൻ്റെ മെഷറിനെയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ബെൻഡായി എന്നുള്ളതാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എന്തുമാത്രം എന്ത് സംഭവിച്ചു? അത് ബെൻഡായി എന്ന് പറയുന്നതിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആംഗുലാർ ഡിസ്പേർഷൻ. ആംഗുലാർ ഡിസ്പേർഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേ ഓഫ് എനി ടു കളേഴ്സ് ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പേർഷൻ ബിറ്റ്വീൻ ദീസ് ടു കളേഴ്സ്. അപ്പോൾ അതായത് ഇപ്പോൾ പ്രകാശം അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർപിരിഞ്ഞു അല്ലേ, വിബ്ജിയോർ അതുപോലെ വേർപിരിഞ്ഞു. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന ഏതെങ്കിലും രണ്ട് കളേഴ്സ്, ആ രണ്ട് കളേഴ്സ് തമ്മിലുള്ള ആംഗിള്, ആ ആംഗിളിനെയാണ് എന്ത് പറയുക? ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേ ഓഫ് എനി ടു കളേഴ്സ് ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പേർഷൻ ഓഫ് ആ രണ്ട് കളേഴ്സ്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഗ്മ വി എന്ന് പറയുന്നത് എന്താണ്? വയലറ്റ് കളറ്. സിഗ്മ ആർ എന്ന് പറയുന്നത് റെഡ് കളറ്. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗുലാർ ഡീവിയേഷൻ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ സൈൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, തീറ്റ. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ വി മൈനസ് സിഗ്മ ആർ. അപ്പോൾ ഇതാണ് ആംഗുലാർ ഡിസ്പേർഷൻ. ഇനി ഡിസ്പേർസീവ് പവർ ഒമേഗ, അതാണ് ഡിനോട്ട് ചെയ്യണ ലെറ്റർ. ദ റേഷ്യോ ഓഫ് ആംഗുലർ ഡിസ്പേർഷൻ ടു ദ മീൻ ഡീവിയേഷൻ ഈസ് നോൺ ആസ് ഡിസ്പേർസീവ് പവർ. അതായത് ആംഗുലാർ ഡിസ്പേർഷനും മീൻ ഡീവിയേഷനും, അതായത് എത്ര കളേഴ്സ് ഉണ്ട് ആ കളേഴ്സുകൾ തമ്മിലുള്ള ആംഗിൾസ്, അതിൻ്റെ മീൻ, അതേപോലെ തന്നെ എന്താണ് ഓരോന്നിൻ്റെയും ആംഗുലാർ ഡിസ്പേർഷൻ, ഓരോന്നിൻ്റെയും ആംഗുലാർ ഡിസ്പേർഷൻ ബൈ എന്താണ് ടോട്ടൽ മീൻ ഡീവിയേഷൻ. അതിനെയാണ് എന്ത് പറയുക? ഡിസ്പേർസീവ് പവർ ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ഈസ് ഈക്വൽ ടു സിഗ്മ വി മൈനസ് സിഗ്മ ആർ whole divided by sigma y. sigma v minus sigma r by sigma y. ഇതാണ് എന്ത്? ഡിസ്പേർസീവ് പവർ ഒമേഗ എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു ആംഗുലാർ ഡിസ്പേർഷനും അവിടെയുള്ള മൊത്തം മീൻ ഡീവിയേഷനും തമ്മിലുള്ള റേഷ്യോ. ഇനി നമുക്ക് നോക്കാനുള്ളത് റെയിൻബോ ഫോർമേഷനാണ്. ഇനി നോക്കാനുള്ളത് റെയിൻബോ ഫോർമേഷനാണ്. റെയിൻബോ അല്ലെങ്കിൽ മഴവില്ലുണ്ടാവുന്നത്. മഴവില്ലുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന് അല്ലെങ്കിൽ എന്താണ് ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ലെറ്റർ ഉള്ള എന്താണ്? ഡിസ്പേർഷൻ. ഡിസ്പേർഷനാണ് മഴവില്ലുണ്ടാവാനുള്ള കാരണം. അപ്പോൾ നോക്കാം. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ത്രൂ സസ്പെൻഡഡ് വാട്ടർ ഡ്രോപ്സ് ഇൻ എയർ പ്രൊഡ്യൂസസ് റെയിൻബോ. ഒന്നുകിൽ എന്താണ്, മഴയ്ക്ക് മുന്നേ ആ ഒരു മൂടിക്കെട്ടി ഒരു ഈർപ്പം കൂടുതൽ നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ട്, അങ്ങനെയൊക്കെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. എന്താണെങ്കിലും റെയിൻബോ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അന്തരീക്ഷത്തിൽ വാട്ടർ കണ്ടൻറ്റ് വേണം. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റിൽ കൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പേർഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്? റെയിൻബോ ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് ഡിസ്പേർഷൻ സംഭവിക്കണേന്ന് നോക്കാം. 2 തരത്തിലാണ് റെയിൻബോ ഉണ്ടാവുന്നത്. 2 റെയിൻബോ ഉണ്ടാവുന്നത്. പ്രൈമറി റെയിൻബോയും
രണ്ട് സെക്കൻഡറി റെയിൻബോയും. പ്രൈമറി റെയിൻബോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മഴത്തുള്ളിയിലേക്ക് സൂര്യപ്രകാശം കടക്കുമ്പോൾ അതിനാദ്യം ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ. അതിന് ശേഷം അത് അവിടെ തന്നെ എന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിൽ കടന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കാതെ അവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുക, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആദ്യം ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു, മഴത്തുള്ളിയുടെ അകത്ത് എന്താ സംഭവിക്കുന്നത്, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് അവിടുന്ന് പുറത്തേക്ക് പോണത്. പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, പിന്നെയും ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് റിഫ്രാക്ഷനും ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷനും, ഇതാണ് എന്ത് സംഭവിക്കുന്നത്, പ്രൈമറി റെയിൻബോ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റെഡും വയലറ്റും പറയാനുള്ള കാരണം രണ്ടറ്റത്തുള്ള കളേഴ്സ് അതാണ്. റെഡിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 43 ഡിഗ്രിയും വയലറ്റിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 41 ഡിഗ്രിയും. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ വേർഡിൽ എന്താണ് റെയിൻബോ ഉണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേർഷൻ. ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ അല്ലേ, അതിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് റെയിൻബോ വരുന്നത്. 7 കളേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പേർഷനാണ് ഒറ്റ വേർഡിൽ ഉത്തരം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പ്രൈമറി റെയിൻബോയിലാണെങ്കിൽ 2 റിഫ്രാക്ഷനും ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷനും. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് 2 റിഫ്രാക്ഷനും 2 ഇൻറ്റേർണൽ റിഫ്ലക്ഷനും. 2 റിഫ്രാക്ഷനും 2 ഇൻറ്റേർണൽ റിഫ്ലക്ഷനും അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ റെഡും വയലറ്റും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് റെഡിൻ്റെ 51 ഡിഗ്രിയും വയലറ്റിൻ്റെ 54 ഡിഗ്രിയുമാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് റെയിൻബോ ഫോം ചെയ്യണത് സെക്കൻഡറിയിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ സൂര്യപ്രകാശം കടന്നു വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങൾ കാണും. ആ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കും, വിഘടനം, അല്ലെങ്കിൽ അവരെന്താണ് ഒരു ഡീവിയേഷൻ. ആ ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഇൻ വിച്ച് ലൈറ്റ് റേസ് ഗെറ്റ് ഡീവിയേറ്റഡ് ഫ്രം ഇറ്റ്സ് സ്ട്രെയിറ്റ് പാത്ത് on striking an obstacle like dust or gas molecules, water vapor, etc. അതായത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലോ ഗ്യാസ് മോളിക്യൂൾസിലോ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ്, ഒരു തടസ്സത്തിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്യും, അതിങ്ങനെ ചിതറിപ്പോകും, ഡീവിയേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് എന്ത് പറയുന്നത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത് എവിടെയാണ്, ആകാശത്തിൻ്റെ നീലനിറം. ആകാശത്തിന് നീലനിറം ഉണ്ടാവാനുള്ള കാരണം ഒറ്റ വേർഡിൽ വെച്ച് എന്ത് പറയാം, എന്താണ്, കളർ ഓഫ് ബ്ലൂ കളർ ഇൻ സ്കൈ, എന്താണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. മഴവിലുണ്ടാവാനുള്ള കാരണം ഡിസ്പേർഷൻ. ഇത് പറയുമ്പോൾ നമുക്ക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പോൾ അതായത് വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സ്, ഇപ്പോൾ വിബ്ജിയോർ, വയലറ്റും ഇൻഡിഗോവും ബ്ലൂവും, ഇതിൻ്റെ ഒരു മിക്സ്ഡ് കളറാണ് ശരിക്കും നമ്മൾ കാണുന്ന കളറ്. അപ്പോൾ ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, വേവ് ലെങ്ത് കുറവുള്ളവരാണ്. വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സ് വേവ് ലെങ്ത് കൂടുതലുള്ള കളേഴ്സിനേക്കാളും വേഗം എന്ത് ചെയ്യും, സ്കാറ്റർ ആവും. അതുകൊണ്ടാണ് നമുക്ക് ബ്ലൂ കളറ് കാണാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണ്, വയലറ്റ്, ഇൻഡിഗോ, വിബ്ജിയോർ ആദ്യം തുടങ്ങുന്ന ആൾക്കാർക്ക് വേവ് ലെങ്ത് കുറവാണ്. ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറാണ് നമ്മൾ കാണുന്ന ആകാശത്തിൻ്റെ നിറം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഡിസ്പേർഷനും സ്കാറ്ററിങ്ങും. എന്താ ഡിസ്പേർഷൻ, ആംഗുലാർ ഡീവിയേഷൻ, പിന്നെ റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ ഡിസ്പേർഷൻ കാരണം സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എന്താണ്, റെയിൻബോ ഫോമേഷൻ. പിന്നെ എന്താണ് സ്കാറ്ററിങ് മൂലം എന്താണ്, ആകാശത്തിൻ്റെ നീലനിറം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നല്ലോണം വായിക്കുക, പഠിക്കുക. താങ്ക് യു. അപ്പോൾ ഇതാണ് ഡിസ്പേർഷൻ. അപ്പോൾ വൈറ്റ് ലൈറ്റ് എന്താണ്, അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസം. ഇനി ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പേർഷൻ സിഗ്മ വി മൈനസ് സിഗ്മ ആർ. സിഗ്മ വി എന്ന് പറയുന്നത് വയലറ്റിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആർ എന്ന് പറയുന്നത് റെഡിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വന്ന് ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് കയറി, ഇതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുക. അത് കഴിഞ്ഞ് അതെന്ത് ചെയ്തു, അതിനൊരു റിഫ്രാക്ഷൻ സംഭവിച്ചു, അത് പുറത്തേക്ക് പോയി. ഇതിനെയാണ് റിഫ്രാക്റ്റീവ് റേ എന്ന് പറയുക.
ഇവർ തമ്മിലുള്ള ആംഗിളിൻ്റെ റേഷ്യോ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് ഓരോന്നും വയലറ്റിൻ്റെ അതേപോലെ തന്നെ റെഡിൻ്റെ അത് മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ട് കളറിൻ്റെ ആംഗുലാർ ഡിസ്പേർഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ആംഗിൾ ഓഫ് ഡീവിയേഷൻ അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ആംഗുലാർ ഡിസ്പേർഷൻ കിട്ടും. ഇനി ഡിസ്പേഴ്സീവ് പവർ ഒമേഗ ഈസ് ഈക്വൽ ടു സിഗ്മ വി മൈനസ് സിഗ്മ ആർ ബൈ സിഗ്മ വൈ. അപ്പോൾ ഇതൊക്കെ എന്താണ്? വയലറ്റിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, റെഡിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, യെല്ലോൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് എത്ര ഡീവിയേഷനിലാണ് പോയത്, അപ്പോൾ വൈറ്റ് പ്രകാശത്തിൽ നിന്നും റെഡ് എത്ര ഡീവിയേഷനിൽ പോയി, വയലറ്റ് എത്ര ഡീവിയേഷനിൽ പോയി, യെല്ലോ എത്ര ഡീവിയേഷനിൽ പോയി, അതാണ് ഈ സിഗ്മ കാണിക്കുന്നത്. ഇതാണ് ഡിസ്പേഴ്സീവ് പവർ.